എന്തോ നമ്മ മുഖം വീർപ്പിച്ചോണ്ടിരിക്കണേ. എന്റെ പൊന്നമ്മ ഒന്ന് ഹാപ്പി ആയിരുന്നാണ്. കാര്യങ്ങളൊക്കെ ഓക്കെ ആവണ വരെ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അമ്മ രാമങ്ങൾ വന്നില്ല, ഇനി എല്ലാം സെറ്റ് ആവുന്നു. നിന്റെ അച്ഛനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് നോക്കാം. ഈ അമ്മ ഫുൾ നെഗറ്റീവ് ആണ് കേട്ടോ. ഈ നെഗറ്റീവ് അടിക്കുമ്പോഴേ ഒന്നും നടക്കൂല. ഞാൻ ചുമ്മാ നെഗറ്റീവ് അടിക്കണല്ലോ. ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞത് നീയൊക്കെ കേട്ടതല്ലേ. സമയം ചായ കുടി ടെൻഷൻ മാറും. ഒന്നല്ല നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഓ എന്തോ ചെയ്യും? നമ്മൾ സെറ്റ് ഇടും, സെറ്റാക്കും. ആക്കോ? നടക്കുവോ? അയ്യാ നടക്കുവോന്നല്ല, നടത്തിച്ചെടുക്കണം. അതിനല്ലേ നമ്മൾ വന്നത് അല്ലേ? ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ പോട്ടു. കാര്യം നടക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്താണ് അതിന് ഗുണം? എനിക്കൊരു നല്ല കാലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഗുണം ഉണ്ടാവൂലേ? അത് ശരിയാണ്, ഗുണം ഞാൻ കുറച്ചു നേരമായിട്ട് കണ്ടോ. നീ അതങ്ങ് വിട്. നീ എനിക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നു കഴിഞ്ഞാൽ നിനക്ക് ഗുണമുള്ള ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. നിനക്കൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ലോണ് ഞാൻ വിചാരിച്ച് ഒപ്പിച്ചേരാൻ പറ്റും. മതി. അപ്പൊ പ്രസിഡന്റ് റെഡി ആയിക്കോ, ഈ കാര്യം സെറ്റ് ചെയ്യാനാണ് ഞാൻ ആയിട്ട്. അതെ, നിങ്ങക്ക് ഈ തരാൻ പോകുന്ന ലോണില്ലേ, അത് ആര് തിരിച്ചടയ്ക്കും? അതിന്റെ അച്ഛൻ. അതോ എന്റെ അച്ഛൻ. എടീ നിന്റെ അച്ഛൻ അത് സമ്മതിക്കിട്ടെന്ന്, എന്നിട്ടല്ലേ ലോൺ കിട്ടണം. ആ കാര്യം പറയായിരുന്നു നിന്റെ അമ്പോ. പക്ഷെ എനിക്ക് ഈ കാര്യത്തിന് ഒരാളുടെ കൂടെ ആവശ്യമുണ്ട്. എന്റെ അച്ഛൻ്റെ. എന്തിന്? അല്ല അണ്ണൻ്റെ അടുത്ത് പറയുമ്പോഴേ അച്ഛനെ കൊണ്ട്. അയ്യോ വേണ്ട വേണ്ട, മാമനെ ഇടപെടുത്തിക്കണേ, നീ അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ളത് അച്ഛനെ കൊണ്ട് നമ്മൾ ആദ്യം പറയിപ്പിക്കും. അപ്പം അണ്ണൻ്റെ തനി നിറം നമ്മൾ അപ്പം അറിയാൻ പറ്റും. അപ്പം എനിക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ലൂപ്പ് കിട്ടും. പിടിച്ച് കയറണ്ടേ. കൊളാവൂലല്ലോ. കൊളാക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. കാര്യം എൻ്റെയും കൂടെ ആവശ്യമാണല്ലോ. ഏത് അപ്പം കൊടാളിയാ കൈ. എന്തൊരു സന്തോഷമില്ലാത്തത്. അറിയില്ലല്ലോ. അബു, ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് രാമങ്ങൾ ചോദിക്കും. എടി നീ ആരെങ്കിലും ചോദിച്ചു. നിങ്ങൾ ആരും ചോദിച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കാം. അപ്പു, അമ്മ ഒരു സംഘത്തിൽ ചേർന്നത് അപ്പു അറിഞ്ഞു കാണുമല്ലോ. ഓ ജെബി ഇവിടെ പറഞ്ഞു കേട്ട്. ആ, അതിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നത്. അതായത് അപ്പു, ഈ സംഘത്തില് അമ്മയ്ക്ക് ചേരാൻ വേണ്ടിയിട്ട് അച്ഛൻ സമ്മതിക്കണം. അങ്ങനെ സമ്മതിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പു ചെന്ന് അച്ഛനോട് പറയണം. എന്റെ അച്ഛൻ്റെ ഞാൻ പറയണം. നീ എന്തിനു പറഞ്ഞു? അവള് പറയട്ടെ. എത്ര പ്രാവശ്യം പറയണം? എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം. മാമാ, ഈ സംരംഭത്തിൽ എന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടേ രവിയേട്ടനോടൊന്ന് പറയൂ. ഇനി ഞാൻ പറഞ്ഞ അവൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്തിനാ ഇപ്പം ഞാൻ പറഞ്ഞ കേൾക്കൂല അവൻ. അതല്ലേ ഇത് കേൾക്കാനാണ് ഞങ്ങൾ ഒന്ന് പറഞ്ഞത്. അച്ഛ ഇങ്ങനെ ഉടനെ മുട്ടാത്തർക്കം പറയാ. അച്ഛ അത് ശ്രമിച്ചു നോക്ക്. ഒന്നുമില്ല, അച്ഛ ഇവിടെ എല്ലാരും ബഹുമാനിക്കുന്ന ഒരു പ്രായമുള്ള ആളല്ലേ ഈ വീട്ടില്. അപ്പു ശ്രമിച്ചു കഴിഞ്ഞാ അപ്പുവിന് ഉപകാരമുണ്ട്. ഈ വർക്ക്ഷോപ്പ് നന്നാക്കാനൊക്കെ അമ്മ ലോൺ എടുത്ത് തരും. അതൊന്നും ശരിയാവൂല. അച്ഛനെ പറയണം. അച്ഛനെ പറയുമ്പോ അണ്ണ എന്തോന്ന് പറയും? അച്ഛനെ പോലെ ഒരു മുട്ടാതർക്കം പറയും. അപ്പൊ ഞാൻ ഇടപെടും. ഏത്? ഓ നീ ഇടപെടും. അച്ഛനെ ഞാൻ കാണേണ്ട പോലെ കാണാം. ഞാൻ എപ്പോഴും മക്കളെ എനിക്കത് അറിഞ്ഞൂടെ. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറയാം. നമ്മളെല്ലാരും കൂടെ പറയുമ്പോ കുടുംബത്തിന്റെ ഒരു ആവശ്യമായിട്ട് അണ്ണന് തോന്നും. അണ്ണ സമ്മതിക്കും, സംഘം തുടങ്ങും, എനിക്ക് ലോൺ കിട്ടും, അല്ല അച്ഛൻ ലോൺ കിട്ടും, എല്ലാം സെറ്റ് അല്ലേ? അതന്നെ. അപ്പൊ ശരി, അപ്പൊ ശരി, പോയി ചോദിക്കാം. ഓ ഞാൻ പോയി പറയാം. സപ്പോർട്ട് ചെയ്യും. പിന്നെ ഞാൻ ഇരിക്കും, ആവശ്യമില്ലേ? ശരിയാ. അപ്പൊ എണി കേട്ടത് അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ദേവി അംഗം വിട്ട എനിക്ക് ജപ്തി തരൂ, ശക്തി തരൂ.